പ്രിയമുള്ളവരെ നമസ്കാരം. ലവ്വർ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ മിമിക്രി എന്ന കലാരൂപത്തിലൂടെ കടന്നു വന്ന മണികണ്ഠനെയും ശ്രീ ഗൗരി പ്രിയയെയും നായകനും നായികയുമാക്കി പ്രഭുറാം വ്യാസ് സംവിധാനം ചെയ്ത തമിഴ് സിനിമയായ ലവ്വർ ഇക്കഴിഞ്ഞ ദിവസമാണ് OTTയിൽ കാണാനിടയായത്. മണികണ്ഠനെയും ഗൗരി പ്രിയയെയും കൂടാതെ കർണ രവി, ശരവണൻ, ഗീത കൈലാസം, ഹരീഷ് കുമാർ, നിഖില ശങ്കർ, റിനി, അരുണാചലേശ്വരൻ, ഹരിണി എന്നിവരടങ്ങുന്ന വലിയൊരു താരനിര തന്നെയുണ്ട് ഈ സിനിമയിൽ. ലവർ എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രണയം അതിൻ്റെ അങ്ങേ അറ്റം വരെ കാണിച്ചിട്ടുണ്ട്. കവിതയും കലാപങ്ങളും ഉറങ്ങുന്ന രണ്ടുപേർ മാത്രമുള്ള ഒരു ദ്വീപാണ് പ്രണയം. ലിപികളില്ലാത്തതും ഒറ്റവാക്കിൽ എഴുതാൻ കഴിയാത്തതുമായ ഒരു നീറ്റലാണ് പ്രണയം. പ്രിയപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളുടെ നേർത്തൊരു ശ്വാസകണം പോലും മറ്റൊരാൾക്കും വിട്ടുകൊടുക്കില്ല എന്ന സ്വാർത്ഥതയുടെ പേരാണ് പ്രണയം. വാക്കുകൊണ്ട് പ്രിയപ്പെട്ടവളെയും ശരീരം കൊണ്ട് സ്വയവും കുത്തിവേദനിപ്പിക്കുന്ന ഒരു മരുന്നിനും ശമിപ്പിക്കാനാകാത്തൊരു ഭ്രമത്തിൻ്റെ പേരാണ് പ്രണയം. ഇനിയുമുണ്ട് പ്രണയത്തെക്കുറിച്ച് പറയാനും എഴുതാനും. എത്ര പറഞ്ഞാലും എത്ര എഴുതിയാലും തീരാത്തത്ര തിരകളൊടുങ്ങാത്ത സാഗരം പോലെയാണ് പ്രണയം. പറഞ്ഞു വരുന്നത് ലവ്വർ എന്ന സിനിമയെക്കുറിച്ചാണ്. മണികണ്ഠൻ കാമുകനായും ഗൗരിപ്രിയ കാമുകിയായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ പ്രണയത്തിനെ എത്രമാത്രം നമുക്ക് അവർണ്ണനീയമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുന്നുണ്ട് സിനിമ. കാമുകനും കാമുകിയുമായിട്ട് ഇവർ ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് സിനിമയിൽ. തൻ്റെ കാമുകി മറ്റൊരാളായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ യാത്ര ചെയ്യുന്നതോ അല്ലെങ്കിൽ താൻ അയക്കുന്ന വാട്സപ്പ് മെസ്സേജ് സീൻ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അതിന് മറുപടി കിട്ടാതിരിക്കുകയോ, നമ്മൾ വിളിക്കുമ്പോൾ കാമുകിയുടെ ഫോൺ ബിസി ആയിരിക്കുകയൊക്കെ ചെയ്താലുണ്ടാകുന്ന ഒരു ആദിയുണ്ട് കാമുകൻ്റെ ഉള്ളിൽ. ആ ആദി മണികണ്ഠൻ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഈ ലവർ എന്ന സിനിമയിലൂടെ. മണികണ്ഠൻ്റെ ആ അഭിനയത്തിനോടൊപ്പം തന്നെ ഗൗരിപ്രിയ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പേര് തന്നെയാണ് ഗൗരിപ്രിയ ഈ സിനിമയിൽ. വളരെ മനോഹരമായിട്ട് തന്നെ പലവട്ടം ഇവർ തമ്മിൽ പിരിയാൻ പലവട്ടം പിരിയുന്നു. വീണ്ടും കണ്ടുമുട്ടുമ്പോൾ സങ്കടങ്ങൾ പറഞ്ഞ് വീണ്ടും ഒന്നാകുന്നു. ആ ഒന്നാകുമ്പോൾ അതിന് മധുരം കൂടും. പ്രണയത്തിന് അല്ലെങ്കിൽ കലാപങ്ങൾക്കൊടുവിലുള്ള ഒരു സന്തോഷമുണ്ട്, തമ്മിൽ കാണുമ്പോഴുള്ള സന്തോഷം, അതിന് മധുരം കൂടും. ഒന്നിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിക്കുന്ന ഏകദേശം 6 വർഷത്തോളം പ്രണയത്തിലായിരുന്ന അവർ ചില സമയങ്ങളിൽ ഒരിക്കലും ഇവനെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ, കാരണം ഇവൻ ചില സമയങ്ങളിൽ സൈക്കോ പോലെയാണ് പെരുമാറുക. ഈ മണികണ്ഠൻ എന്ന് പറയുന്ന നായക കഥാപാത്രം അവനെ സഹിക്കാൻ പറ്റാണ്ട് ഗൗരിപ്രിയ എന്ന നായിക കഥാപാത്രം ഒഴിവാക്കി പോകുന്ന പല സമയങ്ങളുണ്ട്. പക്ഷേ തനിച്ചിരിക്കുമ്പോൾ മണികണ്ഠൻ തൻ്റെ ശ്വാസമാണ് അല്ലെങ്കിൽ തൻ്റെ ആരൊക്കെയാണെന്നുള്ളൊരു ചിന്ത അവളെ വീണ്ടും മണികണ്ഠനിലേക്ക് അടുപ്പിക്കുന്നു. ഗൗരിപ്രിയയുടെ നമ്മുടെ നായികയുടെ കൂട്ടുകാരികൾ പലരും പറയാറുണ്ട്, നിന്റെ ഈ ജീവിതം മുന്നോട്ട് പോയ അവൻ്റെ കൂടെ ഒരിക്കലും ശരിയാവില്ല, അവൻ സൈക്കോ ആണ്. പക്ഷേ ഇവളോടുള്ള പ്രണയം മൂത്ത് ഭ്രാന്തായിട്ട് സൈക്കോ ആയി മാറിയ ഒരു നായകനാണ് ഈ സിനിമയിലെ മണികണ്ഠൻ. അപ്പോൾ നിങ്ങൾ ഈ പ്രണയത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സിനിമ. പക്ഷെ അവർ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത, എപ്പോഴും അകന്നു നിൽക്കുന്നതാണ് സ്നേഹത്തിന് ആഴം കൂടുക എന്നുള്ള സത്യം മനസ്സിലാക്കി രണ്ടുപേരും വേദനയോടെ പിരിഞ്ഞു പോവുകയും വീണ്ടും ഒരിക്കൽ കണ്ടുമുട്ടുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു സിനിമയാണ് ലവ്വർ. സാധാരണ തമിഴ് സിനിമയിൽ നമ്മൾ കാണുമ്പോൾ അമാനുഷികമായ നായകനും, അതായത് 100-200 ആളുകളൊക്കെ ഇടിച്ചിടുന്ന നായകനും, നമ്മുടെ ശത്രുക്കൾ ഈ 100 പേർ നിന്ന് വെടിവെച്ചാലും ഒരു ഉണ്ട പോലും നായകൻ്റെ ശരീരത്തിൽ കൊള്ളാത്ത, അല്ലെങ്കിൽ 100 ഉണ്ട കൊണ്ടാലും മരിച്ചു വീഴാത്ത നായകനെയൊക്കെയാണ് നമ്മൾ കൂടുതലും തമിഴ് സിനിമയിൽ കാണാറ്. പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ യഥാർത്ഥ ജീവിതത്തെ വരച്ച് കാണിച്ചിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ യഥാർത്ഥ ഒരു പ്രണയത്തെ. ഇത് എത്രമാത്രം ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ലൈഫിൽ പ്രണയിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടമാവും. കുടുംബസമേതം കാണുന്നത് കൊണ്ടും ഒരു വൃത്തികേടുകളോ മറ്റോ ഒന്നുമില്ലാത്തൊരു സിനിമയാണ്. നല്ല സിനിമയാണ്. അത് നമ്മൾ കാണാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സിനിമ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ഈ കാണാനായിട്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റിയാൽ കാണുക, അല്ലെങ്കിൽ OTTയിൽ കാണുക.
എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.